സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ഒന്നാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 70% പോളിംഗ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുകയാണ്. മാനസ, മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വോട്ടെടുപ്പ് ദിനമാണ് കടന്നുപോയത്. ചിലയിടങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെ സമാധാനപരമായ ഒരു വോട്ടെടുപ്പ് ദിനമായിരുന്നു. എങ്ങനെയാണ് ഈ ദിവസത്തെ കൂടുതൽ വിശദമായി അടയാളപ്പെടുത്തുവാൻ സാധിക്കുക? പോലെ തന്നെ മികച്ച പോളിംഗ് തന്നെയാണ് ഈ ആദ്യഘട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നതാണ് കണക്കെടുപ്പിൽ അല്ലെങ്കിൽ അവസാനവട്ട കണക്കിൽ മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന കണക്കനുസരിച്ച് 70.9% ഈ 7 ജില്ലകളിലായി രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച പോളിംഗ് ആണ് നടന്നത് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് സംസ്ഥാനം ഉള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് സമാധാനപരമായ ഒരു പോളിംഗ് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് തന്നെയായിരുന്നു ഇന്ന് ഉണ്ടായത്. മികച്ച തിരക്ക് അല്ലെങ്കിൽ വൻ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ, അതായത് 6 മണി മുതലാണ് പോളിംഗ് ആരംഭിച്ചത്. മോക്ക് പോളിംഗിന് ശേഷം 7 മണി മുതലാണ് പോളിംഗ് ആരംഭിച്ചത്. ശേഷം വൈകിട്ട് 6 വരെയായിരുന്നു പോളിംഗ് സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി തൻ്റെ വോട്ട് രേഖപ്പെടുത്തി തിരികെ വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അന്തരീക്ഷ ചൂടൊക്കെ കണക്കാക്കിയായിരിക്കാം ഒരുപക്ഷെ ഈ ഉച്ച സമയത്ത് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. എന്നാൽ ശേഷം വൈകിട്ട് 3 മണിയോടെ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷം വീണ്ടും അത്തരത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 6 മണിവരെയും ഈ നിരയിൽ നിന്ന എല്ലാവർക്കും തന്നെ വോട്ട് ചെയ്യാനുള്ള സമയം എന്ന അറിയിപ്പ് നൽകിയതോടെ ഈ നിരയിൽ നിന്ന എല്ലാവർക്കും തന്നെ അവരവരുടെ വോട്ട് രേഖപ്പെടുത്താൻ പറ്റി അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കി എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മികച്ച പോളിംഗ് തന്നെയാണ് സംസ്ഥാനത്ത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ജില്ലകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ്, അതായത് വോട്ടെടുപ്പ് നടന്നത്. അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ്. ഈ 7 ജില്ലകളിലെ കണക്ക് അല്ലെങ്കിൽ പോളിംഗ് നില പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയതായി കാണുന്നത്. അതായത് 66% പത്തനംതിട്ട ജില്ലയിലെ പോളിംഗ് കണക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ്. 74.58% എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 75% ആകെ ശതമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് ഉണ്ടെങ്കിൽ കൂടിയും മികച്ച പോളിംഗ് തന്നെയാണ് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് സംസ്ഥാനം ഉള്ളത് എന്നുള്ളതാണ്. മറ്റ് കോർപ്പറേഷനുകളിൽ എടുത്തു നോക്കുകയാണെങ്കിലും തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷൻ, ഈ 3 കോർപ്പറേഷനുകളുടെ വോട്ടെടുപ്പാണ് ഇന്ന് നടന്നത്. അതായത് ഈ 7 ജില്ലകളിലായി. ബാക്കിയുള്ള ജില്ലകളുടെയൊക്കെയും തന്നെ മറ്റന്നാളാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 58.24%, അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷനിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 63.32%, കൊച്ചി കോർപ്പറേഷനിൽ 62.52% ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മികച്ച വിലയിരുത്തലിൽ തന്നെ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അവസാന സമയം അനുവദിച്ചതോടുകൂടി എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി തിരികെ വീടുകളിലേക്ക് മടങ്ങി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഈ മെഷീനുകളും ഉപകരണങ്ങളൊക്കെയും തന്നെ തിരികെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എന്ന് തന്നെയാണ് അറിയുന്നത്. ഒപ്പം തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിൽ ചില ഇടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ വലിയ മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഇന്ന് നടന്നത്. അതിൽ പ്രധാനമായും സൂചിപ്പിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ് അത്തരത്തിലുള്ള ഒരു സംഘർഷ അവസ്ഥ കണ്ടത്. അതായത് വഞ്ചിയൂരായിരുന്നു ഉണ്ടായിരുന്നത്. BJP പ്രവർത്തകർ വഞ്ചിയൂരിൽ വോട്ട് ചെയ്യാനെത്തിയ ട്രാൻസ്ജെൻഡർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു. അത് തരത്തിലുള്ള പരാതികളാണ് ഉയർന്നു വന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എല്ലാ തവണയും അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന, ആ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നവരെയാണ് ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങളൊക്കെയും തന്നെ നടത്തി വോട്ട് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങളൊക്കെയും തന്നെ BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിൽ ഈ ട്രാൻസ്ജെൻഡർമാരായ ആളുകളൊക്കെയും തന്നെ പരാതി നൽകിയിട്ടുണ്ട്. വഞ്ചിയൂർ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ബാക്കി നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ആളുകളെ, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർമാർ
വോട്ടർമാരോട് ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങളും അധിക്ഷേപ ശ്രമങ്ങളൊക്കെയും തന്നെ നടത്തുക, അവരുടെ വീഡിയോ ചിത്രീകരിക്കുക, അവർക്ക് അവർ ചെയ്യുന്നത് കള്ള വോട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം ആരോപിച്ച് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ അതിൽ കാര്യമായ രീതിയിൽ വലിയ സംഘർഷങ്ങളിലേക്ക് പോകാതെ തന്നെ ആ സംഘർഷാവസ്ഥ സമാധാനപരമാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ 7 ജില്ലകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിലുള്ള സംഘർഷാവസ്ഥകളൊന്നും തന്നെ ഇല്ല എങ്കിൽ കൂടിയും പൊതുവെ സമാധാനപരമായ ഒരു വോട്ടിംഗ് ആണ് അല്ലെങ്കിൽ പോളിംഗ് ആണ് നടന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. സിന്ധൂരി. ശരി മാനസ, എന്തായാലും വിശദമായ വിവരങ്ങളാണ് മാനസ പങ്കുവച്ചത്.